ഹലോ. ആ എടാ അജിത്തെ, അന്റെ കുളിമുറിയിലെ 2 ടൈലിളകി വീണു പോയടാ. കുളിമുറിയിൽ ടൈലിളകി വീണ് പോയാ? ആ നീ അത് വന്നിട്ട് ഒന്ന് ശരിയാക്കി തരുവാ? ഞാനിപ്പം കുറച്ച് തിരക്കിലേനും. അല്ല, അത് ആ പഴകിയതല്ലേ, അത് മാറ്റി വന്നാ മൊത്തം അങ്ങ് മാറ്റിക്കൂടെ? മൊത്തം മാറ്റാൻ ഇപ്പൊ എന്റെ അടുത്ത് കാശൊന്നുമില്ല. ഓ, നിങ്ങൾ നല്ല കാശുള്ള ആളല്ലേ. പിന്നെ ഈ 2 ടൈലിളകി വീണ് പറഞ്ഞ ഉള്ള തന്നെയാന്ന്. ഉള്ള തന്നെയാടാ, ഞാനത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വന്നിട്ടാകുമ്പോ ഇനി ടൈല് നിങ്ങള് നിങ്ങൾ ഇളക്കി വെച്ചതാന്നോ ഞാൻ അവിടെ വരാൻ വേണ്ടിട്ട്? ഇളക്കി വെക്കാൻ എനക്കെന്ന് വേറെ എന്ത് കൊണ്ടാ? അല്ല, നിങ്ങൾ അന്നത്തെ പോലെ അന്യൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അന്നേത്തെ കാര്യം അതാ എനിക്ക് പറ്റിപ്പോയതാടാ. എങ്ങനെയാ പറ്റിപ്പോയേ? അങ്ങനെയല്ല, ഞാൻ ഇനി ഇതോ ഇതെല്ലാം കണ്ടത് ഞാൻ പിന്നെ എന്റെ കൈമന്ന് അങ്ങ് വിട്ടുപോയി. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ തന്നെ പേടിയാ. ഞാനെന്താ നിന്നെ പിടിച്ചിരുന്നാനാ വിളിക്കുന്നത്? ഒന്നിലും പിടിച്ചു ഒപ്പിച്ചത് തന്നാ മതിയില്ലേ? നിന്നാലൊന്നുമല്ല ഞാനിപ്പോ. അല്ല, അന്നേത്തെ കാര്യം നീ പറയുന്നേ, അന്നേത്തെ കാര്യം ഞാൻ മാത്രല്ലല്ലോ, നീ മോശമൊന്നുമല്ലല്ലോ. ഞാനെന്നാ നിങ്ങൾ എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യിക്കല്ലേ. പിന്നെ പിന്നെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചാലും പിന്നെ ഞാനങ്ങ് മൂടായി. എത്രയാണ്? എനിക്കും അത് ഇഷ്ടപ്പെട്ടല്ലോ. അല്ല, അത് എന്നേരം പിന്നെ എനിക്ക് ഓർമ്മിക്കുമ്പോ പേടിയായിരുന്നു. ആരെങ്കിലൊക്കെ വന്നിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി ആര് വരാനാ? അല്ല, എന്നേരം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ? നിങ്ങളെ ഭർത്താവല്ലേ ഗൾഫിലുള്ളൂ. വേറെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വിരുന്നാട്ടുമ്പോൾ ഞാനെന്നാ ചെയ്യാന്ന്. എനിക്ക് 2 ദിവസം ഉറക്കില്ലേ? മറ്റേ പെണ്ണുങ്ങളാ, നീ ഇന്ന് വന്നിട്ട് ഇന്ന് പറ്റുമെങ്കിൽ വാ, അല്ലെ നാളെ വാ, ശരിയാക്കി തരുവാ. ഇന്ന് പറ്റൂല, ഇപ്പൊ ഞാൻ കുറച്ച് ദൂരെയുള്ള പണിയില്. നാളെ വന്നാ പോരെ? നാളെയാണെങ്കിൽ പിന്നെ ഇത് ഞാനില്ലേ കുളിക്കുമ്പോഴെല്ലാം വെള്ളം തേച്ചു അതിന്റെ ഉള്ളിലേക്കാ പോകുന്നു, പുറത്തേക്ക് വരുന്നില്ല. അതിന് ഇന്ന വെള്ളം പുറത്തേക്ക് വരുന്നില്ലേ? ഇല്ല, എല്ലാം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാ. നീ അതൊന്ന് ശരിയാക്കി തന്നാൽ ഉള്ളിലുള്ള വെള്ളം അങ്ങ് പുറത്തേക്ക് പോകുമല്ലോ. വെള്ളം നിങ്ങൾക്ക് ഉള്ളിൽ തന്നെയല്ലേ പോണ്ടേ? അന്നങ്ങനെയല്ലേ എന്നോട് പറഞ്ഞു. അല്ല, ഞാൻ ശരിയാക്കുമ്പോ ഇത് പിന്നെ ഉള്ളിലേക്ക് തന്നെ പോകുന്നു. പറയുന്ന എനിക്ക് മനസ്സിലാവുന്നത് കേട്ടാ. അന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെള്ളമൊന്നും പുറത്ത് കളയണ്ട, എല്ലാം ഉള്ളിൽ തന്നെ കൂട്ടുന്നു. അല്ല, നീ ഒന്ന് കുത്തിത്തന്നാല് ഒരു ഞാൻ കുത്തിയിട്ട് ശരിയാകുന്നില്ല, അതുകൊണ്ടാണ് ഒന്ന് കുത്തി ലെവലാക്കിയിട്ട് ഒപ്പിച്ചു തന്നാല്. അല്ല, അത് അന്നെ കൊണ്ട് കുത്തിക്കാൻ തന്നെ വിളിക്കുന്നു. പിന്നെ ടൈലൊട്ടിക്കാനാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എടുത്ത് ടൈലൊന്നും ഇളകിയിട്ടുണ്ടാവില്ല, നിങ്ങൾ എന്നെ വിളിക്കുന്നതായിരിക്കും അല്ലേ? അയ്യോ, എന്നാ നീ വന്ന് നോക്ക്, അന്നേരം മനസ്സിലാവൂലേ? മനസ്സിലാവുകയും ചെയ്യും നിങ്ങള്. അല്ല, നിന്നെ അങ്ങനെ എനിക്ക് വിളിക്കണ്ടിക്കില്ലേ, നേരിട്ട് അങ്ങ് വിളിച്ചാ പോരെ, നീ വരൂലേ? ഞാനങ്ങനെ വരുമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ താളൊന്നുമല്ല ഞാൻ കേട്ടാ. പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലത്തെ ആളല്ല നീ, എനക്ക് മനസ്സിലായി അന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിച്ച്. പിന്നെ ഞാനൊരു ചെറുപ്പക്കാരനല്ല, എന്റെ കൈമൊന്നും ഇനിയെല്ലാം പോയി. ഞാൻ എനക്കും പറ്റി. നിന്നോട് പറഞ്ഞില്ല മറ്റേ ലുങ്കി കുത്തിയിട്ട് മറ്റേ ഇത് ഇതാക്കിട്ടിരിക്കേ. പിന്നെ ആള് പണിയെടുക്കുമ്പോ എങ്ങനെയുണ്ടോ നിങ്ങൾ പറഞ്ഞു, മുമ്പ് തന്നെ ഇങ്ങനെ വന്നിട്ട് നോക്കിയൊക്കെ. നിനക്കൊരു പാൻറ് ഒന്നും ഇട്ടിട്ട് വന്നപ്പോഴേന് നമ്മളെ പണിയെടുക്കും പാൻറ് ഇട്ടാൽ ഇരിക്കാനും ഒന്നും കഴിയൂല, മുണങ്ങാനിരിക്കാനും കഴിയ പണിയെടുക്കുമ്പോ. ഇത് കണ്ടതാണ് എന്റെ കണ്ടു. ലുങ്കി കൊടുത്താലേ പറ്റൂ. നീ നാളെ വരുമ്പോ പാൻറ് ഇട്ടിട്ട് വന്നു മതി. നാളെ ഞാൻ ഒപ്പരൊരു ഹെൽപ്പറിങ് കൂടി കൂട്ടണോ? അയ്യോ, നീ 2 ടൈൽ ഒട്ടിക്കാനാ? എനിക്ക് സമയമുള്ള നേരം വന്നാൽ മതി, വൈകുന്നേരം വന്നാൽ മതി. എന്നാല് അല്ല, എന്നാ എനിക്ക് വേഗം പോകാലോ. പണി കഴിഞ്ഞിട്ട് പോകുമ്പോ മതി. പണി കഴിഞ്ഞിട്ട് പോകുമ്പോ പിന്നെ എടുക്കാൻ സമയമൊന്നും ഉണ്ടാവൂല, നേരം പോകും തീർന്നിട്ടില്ലെങ്കിലും. അനക്കു സൗകര്യം വൈകുന്നേരം വരത്ത് നടക്കൂല. നാളെ രാവിലെ ഞാൻ വരാം, അന്ന് വേഗം പോവാൻ കഴിയാ?
അല്ല നീ രണ്ട് രാവിലെ ടൈലും വന്നിട്ട് എനിക്ക് വേറെ പണിക്ക് കൊണ്ടി വരൂലേ? പണിക്ക് പോണേനുമില്ല, പിന്നെ ലീവാക്കേണ്ടി വരും. അന്നല്ല, അന്ന് ഞാൻ വന്നേരം നിങ്ങൾ എന്തിനാ എനിക്ക് കൂലിയും കഴിഞ്ഞിട്ട് പിന്നെയും പൈസ അതിൻ്റെ അകത്ത് വെച്ച് തന്നിന്? പിന്നെ കൂലിന്റെ അപ്പുറം നീ പണിയെടുത്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ. കൂലിന്റെ അപ്പുറം നിന്ന് 4 ടൈല് വെച്ചാ. ഉം. ഉം. അല്ല ഉം. അല്ല, വേറെയും കുറെ പണിയെടുത്തിട്ടില്ല, അതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ പൈസ ഒരുപാടുണ്ടല്ലോ അന്നേരം കൈമല്. എനിക്ക് പൈസ ഞാൻ തരുമല്ലോ ചെയ്യും. ഒരു ഉം. ദിവസത്തെ കൂലി തരാം, നീ നാളെ പണിക്ക് പോകണ്ടെന്നാ രാവിലെ പോവാ. അപ്പൊ ടൈല് വെക്കൽ മാത്രമല്ല അല്ലേ? ടൈല് വെക്കൽ തന്നെയാണ്. എനക്കറിയാം കേട്ടാ. എന്നാ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളൂ, നിനക്ക് അത്ര വലിയ ഇതാണെങ്കിൽ. അങ്ങനെയൊന്നുമില്ല, ഞാൻ വരുമല്ലോ ചെയ്യാം. അല്ല, ഞാൻ വിചാരിച്ചു നീ വിളിക്കുമ്പോ വേഗം വരുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അല്ലാണ്ട് വേറെ ആരെയും കിട്ടായിട്ടൊന്നുമല്ലേ നിങ്ങൾക്കിത്? ഇതിപ്പോ എന്നോടല്ലാണ്ട് വേറെ ആരോടും ചെയ്യിക്കാൻ പറ്റില്ല. വേറെ സമ്മതിക്കാം. ആരെങ്കിലും ആണെങ്കിൽ ടൈല് വെക്കാനൊന്നും വിളിക്കണ്ട, ഒന്ന് നീ വന്നിട്ട് വാടാ ഇങ്ങോട്ട് വന്നാണ് അപ്പം വരും. ഇല്ല, അങ്ങനെയല്ല, ആരാ വരുവാ വരണ്ടേ? നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ എല്ലാരെയും അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അന്നേരം ആള് മോശം പറയില്ലേ? ഇതിപ്പോ ഞാൻ എന്തെങ്കിലും പണി പറഞ്ഞിട്ടല്ലേ വിളിക്കുക, പണിയുണ്ടെന്ന് ഓർത്ത്. ഇത് പണി നിങ്ങൾ ടൈല് പറിച്ചു വെച്ചതാണോ എനിക്ക് സംശയമുണ്ട് കേട്ടോ, ഞാൻ അന്ന് വിളിക്കാൻ വേണ്ടിട്ട്. ഞാൻ നിരങ്ങിനിയുടെ പറിച്ചെടുക്കുക, പറഞ്ഞു പോയതാന്നിത്. അന്ന് ഇളകിപ്പോയാലോ ഞാൻ വിചാരിച്ചു നീ ഉണ്ടല്ലോ ആ ധൈര്യത്തിൽ വെച്ച്. ഞാൻ വന്നിട്ട് വേഗം പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഫുൾ അന്നെത്തുമ്പോൾ അവിടെ നിൽക്കേണ്ടി വരുമോ? നീ രാവിലെ വന്നോ? പക്ഷേ ഞാൻ ഒരു ദിവസത്തെ കൂലി തരാം. വേറെ കുറച്ച് ഇല്ല, ടൈല് വെക്കൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായി മനസ്സിലായി. പിന്നെ എന്തായാലും വരുന്നല്ലേ, അന്ന് കൊടുത്ത മാക്സി കൊടുത്തോട്ടാ, നല്ല രസമുണ്ടായിരുന്നു. അയ്യോടാ, എന്തൊരു പാവം, ഒന്നും അറിയാതെ പേടി. ഞാൻ ഇടക്ക് വിചാരിച്ചു വെറുതെ ഒന്നാവൂട്ട് അങ്ങനെ വന്നാലോന്നല്ലോ. പിന്നെ എനിക്ക് നാണം ചമ്മലും പേടിയും. മാറിയൊന്നുമില്ല, ആള് എന്തൊന്നും വിചാരിക്കില്ല. ഏതായാലും ആ വഴി തന്നെയാണ് വരെ. നീ നാളെ എന്നാ രാവിലെ വാ. രാവിലെയാ? അല്ല, ഞാൻ പണീന്റെ സാധനങ്ങൾ എടുക്കണോ അല്ലെങ്കിൽ ടൈല് പറഞ്ഞ ഉള്ള തന്നെയാണോ? ടൈല് പറഞ്ഞതുള്ള തന്നെയാണ്. ഞാൻ 2 ടൈലാടി ഒട്ടിച്ചിട്ട് ഒരു ദിവസത്തെ കൂലി ഞാൻ തരും. എന്നിട്ട് വെള്ളം തേച്ച് ഉള്ളിലാക്കുകയും പോണല്ലേ? വെള്ളം ഉള്ളിലാക്കും. അല്ല, അന്നേരം നിങ്ങൾക്ക് വേറെ ഒന്നും ആവുന്നില്ല. വെള്ളം ഉള്ളിലാക്കിയാലാ എന്ത് ടൈലിന്റെ മറ്റേ ഇതിലേക്കൂടി പോന്നെയാ? അന്ന് ടൈലിന്റെ ഇതിലൂട്ട് പോകുന്ന വെള്ളം എല്ലാം ഉള്ളിലാക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞേ നീ വെള്ളമൊന്നും പുറത്ത് കളയണ്ട, എല്ലാം ഉള്ളിൽ തന്നെ ആക്കിക്കോന്ന് പറഞ്ഞു. എന്റെ മുറിക്കയുടെ അരക്ക് പിടിച്ച് വെച്ചിട്ട് ഉള്ളിലാക്കിച്ച്. അതിന്റെ സമയം കഴിഞ്ഞാല വെള്ളം ഉള്ളിൽ പോയാലെന്ത് പുറത്തു പോയാലും എവിടെയാലും പോവാം. എന്നാ പിന്നെ പേടിക്കണ്ടല്ലേ. എനിക്ക് പിന്നെ അതേനും പേടി. ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നാലോന്ന് വെച്ചിട്ട്. പേടിയാ, അത് നീ പേടിക്കുകയേ വേണ്ട. എന്നാ പിന്നെ രാവിലെ വരാം.